പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഉമ്മാച്ചുവിൻ്റെ 17-ാം അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞു. മായാൻ്റെ മക്കളായ ഹൈദ്രോസും മരയ്ക്കാരും ഉമ്മയുടെ മാറ്റങ്ങൾ സംശയദൃഷ്ടിയോടെ നോക്കാൻ തുടങ്ങിയിരുന്നു. ഇതുവരെ അബ്ദുലും ഉമ്മാച്ചുവിലും മായാനിലും മാത്രം പുകഞ്ഞിരുന്ന കനലുകൾ പതിയെ ഹൈദ്രോസിലേക്കും മരയ്ക്കാരിലേക്കും പടരാൻ തുടങ്ങുകയാണ്. വായിക്കാം. 18-ാം അധ്യായം. ഇറങ്ങിപ്പോക്ക്. നിന്റെ മോൻ പൊയ്ക്കോ. മായാൻ നീണ്ട കൈയെടുത്ത് മരയ്ക്കാരുടെ ചുമലിൽ വെച്ച് പറഞ്ഞു. മരയ്ക്കാർ ഒരാഴ്ചയായി ബാപ്പയുടെ അടുത്ത് എന്ന് കൂടിയിട്ട്. ബാപ്പയും തൻ്റെ കൂടെ നാട്ടിലേക്ക് വരണമെന്നാണ് അവൻ്റെ പിടുത്തം. പക്ഷേ മായാൻ അത് ഇഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പറയുന്നുമില്ല. ഈ ഊരാക്കുളത്ത് അഴിച്ചു ബാപ്പയെ മോചിപ്പിക്കാൻ മകൻ ആഗ്രഹിച്ചു. അവൻ പറഞ്ഞു, ബാപ്പയും വരണം. ബാപ്പ ഇപ്പോൾ ഇല്ല. അല്ലെങ്കിൽ മായാൻ കുറച്ചു നേരം എന്തോ ആലോചിച്ചു നിന്നു തുടർന്നു. ബാപ്പ പിന്നെ വരണ്ട. ഇപ്പൊ വന്നാലെന്തേ? ബാപ്പ ഇവിടെ വന്നത് ഇച്ചിരി പോരം കാര്യത്തിനല്ലേ. അത് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വരും. അത് തന്നെ, അത് വേഗം തീരും മോനെ. അത് പറഞ്ഞപ്പോൾ മായാൻ്റെ തൊണ്ടയിടറി. ബാപ്പ മോനെ, ബാപ്പ വരാഞ്ഞാൽ വലിയ കഷ്ടാവും. ബാപ്പ ഇപ്പം വന്നാൽ അതിലും വലിയ കഷ്ടാവും. അല്ലെങ്കിൽ എന്നോടതൊക്കെ പറഞ്ഞിട്ട് എന്താ? ഇപ്പോഴും ഒരു ചെക്കന. ബാപ്പാക്ക് എന്തേ അവിടെ ഒരു ഇടങ്ങേറ്? മായാൻ സ്വല്പ നേരത്തിന് മറുപടി പറഞ്ഞില്ല. ആ തളർന്ന വട്ടക്കണ്ണുകൾ കുറേ നേരം ഒരേ ദിക്കിലേക്ക് തറച്ചു നിന്നു. ആ നേത്രങ്ങളിലൂടെ വിഷാദവും രോഷവും ഇടകലർന്നു പാഞ്ഞു പോകുന്നതായി മരയ്ക്കാർ കണ്ടു. ബാപ്പ എന്തേ ഒന്നും മിണ്ടാത്തത്? ഇക്കൊരിടങ്ങേറും ഇല്ലാച്ചോ. ഇനി ഇടങ്ങേറുണ്ടായി എന്നാൽ തന്നെ എന്തേ? ചാവോളല്ലേ മനസ്സിന് ഇടങ്ങേറുള്ളൂ. ബാപ്പ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞങ്ങളും ഉമ്മയും എന്തെങ്കിലും ബാപ്പായ്ക്ക് എതിരായിട്ട് ചെയ്തോ? മായാൻ ദൃഷ്ടി ഉയർത്തി മരയ്ക്കാരുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പതുക്കെ അവൻ്റെ പുറം തടവിക്കൊണ്ട് പറഞ്ഞു, നിന്റെ മക്കളെ കൊണ്ട് ഒരിടങ്ങേറും ഉണ്ടായിട്ടില്ല. ഇച്ചിരി പൊട്ടിത്തെറിച്ചോനാ ഹൈഡ്രോസ്. ഓനും ഞമ്മളെ വലിയ കാര്യാർന്ന്. പിന്നെ എൻ്റെ ഉമ്മ എന്തേ? ഉമ്മ വല്ലതും പറഞ്ഞോ ബാപ്പ? ഓള് പറയേ. എൻ്റെ ഉമ്മാനെ അനക്കറിഞ്ഞൂടാ. ഓളെപ്പോലെ സഹിക്കുന്ന ഒരു പെണ്ണ് ഈ ദുനിയാവുമ്പിലില്ല. ആ കുടുംബത്തിൻ്റെ ഒരു വിളക്കാ ഓള്. എന്നാൽ ബാപ്പ പോരണം. ബാസി പിടിക്കരുത്. എൻ്റെ മോൻ പോയിക്കോ. ബാപ്പ വരണ്ടേ? മരയ്ക്കാരൊന്നും മറുപടി പറഞ്ഞില്ല. അവൻ എന്തൊക്കെയോ ആലോചിക്കുകയായിരുന്നു. അവ്യക്തങ്ങളായ നിഴൽപ്പാടുകൾ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. മോൻ ബേജാറാവണ്ട. ഇവിടെ സൊഗ. ഈ ഹസനില്ലേ നല്ലോനാ. ഓൻ പെണ്ണും പാടെ കിട്ടിയപ്പോ ഏറെ നല്ലോനായി. മരയ്ക്കാറൊന്ന് മൂളുക മാത്രം ചെയ്തു. ഉമ്മാനോട് പറയ്. എന്ത്? ബാപ്പ എല്ലാം ഓർക്കുന്നുണ്ടെന്ന്. പിന്നെ ഉമ്മാനെ കഷ്ടപ്പെടുത്തരുത്. ഓള് ഇമ്മിണി സഹിച്ചോളാ. ഇനി സഹിക്കാൻ വിടരുത്. ബാപ്പ വന്നിട്ടൊക്കെ പറഞ്ഞോളി. സരി, പറഞ്ഞതൊക്കെ ഓർമ്മ വെച്ചോ. ബാപ്പ എന്നാ വരിക? അടുത്ത് വരുന്ന ആഴ്ച പക്ക വരും. അപ്പൊ ഞാൻ വരട്ടെ? മോൻ പോയിക്കോ. അത് പറഞ്ഞപ്പോൾ മായാന്റെ തൊണ്ടയിടറി. കുറെ കൂടി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ തനിക്ക് ഒതുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ എന്നവൻ ഭയപ്പെട്ടു. ബാപ്പയും മകനും കീഴ്പോട്ട് നോക്കി. നിശബ്ദത. രണ്ടുപേരും സ്വന്തം ആത്മാവിലേക്ക് തല തിരികൊണ്ടായിരുന്നു നിന്നിരുന്നത്. അകത്ത് കലശിലായ പ്രക്ഷോഭം, പുറത്തു പ്രശാന്തത. ആ പ്രശാന്തതയെ ദൂരെ നിന്നു ചായച്ചപ്പു നുള്ളുകാരികളുടെ കലബല ശബ്ദവും കോൽമേസ്ത്രിമാരുടെ നിർദ്ദേശങ്ങളും കൂടെ നുള്ളി നോവിപ്പിച്ചു. ആമിനെ വളർത്തുന്ന ആട്ടിൻകുട്ടിയും അകത്തു നിന്ന് കൂടെ കരയുന്നുണ്ടായിരുന്നു. ഞാൻ വരട്ടെ ബാപ്പ? പൊയ്ക്കോ.
മരയ്ക്കാർ ഇറങ്ങി നടന്നു. പടിവരെ മായാനും പിന്നാലെ പോയി. ഒരു കൊച്ചു മോട്ടോർ ബോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന കെട്ടുവഞ്ചി പോലെ. പടിക്കൽ വെച്ച് അവ തമ്മിലുള്ള കെട്ടഴിഞ്ഞു. മോട്ടോർ ബോട്ട് മുന്നോട്ട് നീങ്ങി. കെട്ടുവഞ്ചി നിന്നു. മരയ്ക്കാർ ഒന്ന് തിരിഞ്ഞു നോക്കിയില്ല. മായാൻ പടിക്കാലും പിടിച്ച് കണ്ണും നട്ടുകൊണ്ട് നിൽക്കുകയാണ്. മകൻ അകന്നകന്നു പോകുമ്പോൾ നെഞ്ചിൽ നിന്ന് എന്തോ ഒന്ന് വലിച്ച് ചീന്തിയെടുക്കും പോലെ തോന്നുന്നു. ആ മുഖം ഒരിക്കലും ഇത്രമേൽ അവശമായിട്ടില്ല. അവിടെ പുതിയ ചുളിവുകൾ പെട്ടെന്നാണ് പ്രത്യക്ഷപ്പെട്ടത്. മരയ്ക്കാർ കുന്നിറങ്ങി. അവൻ്റെ തൊപ്പി മാത്രമേ അപ്പോൾ മായാൻ കാണുന്നുള്ളൂ. അവൻ പടിക്കാൽ പിടിച്ച് ഏന്തി നോക്കി. മരയ്ക്കാർ വീണ്ടും കുന്നിലേക്ക് കയറുകയാണ്. ആ കുന്നുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുകയില്ല. മായാൻ ദൃഷ്ടി പതറാതെ നോക്കി. തൻ്റെ മകനാണത്. ആ ചൊറുചൊറുക്കുള്ള നടത്തം, ആ കൈവീശൽ, ആ തല ചെരിച്ചു പിടിക്കൽ എല്ലാം തൻ്റേതാണ്. തൻ്റെ ജീവനിൽ നിന്ന് പറിച്ചെടുത്ത ഒരു പുതിയ താൻ. കുറച്ച് നിമിഷം കൂടി കഴിഞ്ഞാൽ അവൻ കണ്ണിൽ നിന്നു മറയും. പിന്നെ അവനെ കാണുമോ? അവൻ ആ കുന്നും കൂടി ഇറങ്ങാൻ തുടങ്ങി. മായാൻ്റെ നെഞ്ചിൽ ഒരു കിതപ്പ് കിടന്നു മുട്ടിത്തിരിഞ്ഞു. മകൻ മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരച്ഛൻ്റെ നിൽപ്പായിരുന്നു അത്. മരയ്ക്കാർ മറവിലേക്ക് താഴുകയാണ്. കാലുകൾ കാണാതെയായി. പുറവും മാഞ്ഞു. തല മാത്രം ബാക്കിയുണ്ട്. ഒരു കറുത്ത തൊപ്പി മാത്രം. എല്ലാം മറഞ്ഞു. ശൂന്യം. ചക്രവാളം വരെ ഒഴിഞ്ഞു കിടക്കുന്നു. 2 or 3 കണ്ണീർ കണങ്ങൾ ആ പടിക്കാൽ പിടിച്ച കൈപ്പടത്തിന്മേൽ ഇറ്റിറ്റു വീണു. അവയ്ക്ക് തീത്തൈലത്തിൻ്റെ ചൂടുണ്ടായിരിക്കണം. ഞാൻ ചത്ത്, അവൻ സ്വയം മന്ത്രിച്ചു. എന്തേ കാക്ക? പിമ്പിൽ നിന്ന് ആ ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു നോക്കി. ഹസ്സനുണ്ട് ഒതുങ്ങി നിൽക്കുന്നു. മായാൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഹസ്സനും അല്പം ഒന്ന് അമ്പരക്കാതിരുന്നില്ല. എങ്കിലും അവനത് പുറത്തു കാട്ടാതെ കഴിച്ചു. എന്തേ കാക്ക? എൻ്റെ മോനെ. മായാൻ ഹസ്സൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചു തേങ്ങി തേങ്ങി കരഞ്ഞു. എന്തിനാണ് കരയുന്നതെന്ന് ഹസ്സൻ ചോദിച്ചില്ല. കരയട്ടെ എന്നൊരു ഭാവത്തിൽ മായാൻ്റെ വിസ്തൃതമായ പുറം തടവുക മാത്രം ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹസ്സൻ്റെ തോളിൽ പിടിച്ചുകൊണ്ട് മായാൻ പടാപ്പുറത്ത് വന്നിരുന്നു. താടിക്ക് കയ്യും കൊടുത്തുകൊണ്ടുള്ള ഇരിപ്പ്. ഹസ്സൻ അല്പനേരം നോക്കി. എന്നിട്ട് അകത്തേക്ക് കടന്നു വിളിച്ചു. ആമിനെ. ഓ, അരി ബെന്തോ? ആ, എന്നാൽ കാക്കാക്ക് ഇച്ചിരി കഞ്ഞി ഇങ്ങോട്ട് കൊടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. അല്പനിമിഷങ്ങൾക്കുള്ളിൽ ഉപ്പിട്ടാറ്റിയ കഞ്ഞി കൊണ്ടുവന്നു. മായ നിശബ്ദനായി അത് വലിച്ചു കുടിച്ചു. ചിറി തുടച്ച് പടാപ്പുറത്ത് നീണ്ടു നിവർന്നു കണ്ണടച്ചു. ഇടിഞ്ഞു മറിഞ്ഞ ജബ്ബലിൻ്റെ ചേലിക്ക് അയിക്കിടപ്പ് എന്ന് ഹസ്സൻ ഉള്ളിൽ കരുതി. ഒന്നും പറയാതെ അകത്തേക്ക് പോയി. ആമിനയെ അകത്തെങ്ങും കണ്ടില്ല. അവൻ അങ്ങേപ്പുറത്ത് ചെന്നു നോക്കി. അവൾ ആട്ടിൻകൂടിൻ്റെ അടുത്താണ്. പിണ്ണാക്കുവെള്ളം ഇളക്കി കൊടുക്കുന്നു. എന്തേ? അവൾ ചോദിച്ചു. ഹസ്സൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു. ആ ചെക്കൻ ഇച്ചിരി മുല കൊടുക്കാമായിരുന്നില്ലേ? ഇമ്മിണി നേരായില്ലേ? കൊടുക്കാം, ഇതങ്ങട്ട് കഴിഞ്ഞാളട്ടെ. ഹസ്സനെ സംബന്ധിച്ചിടത്തോളം അവൻ താനറിയാതെ ഒരു പിതാവായി കഴിഞ്ഞിരിക്കുന്നു. ഏതോ മനുഷ്യൻ്റെതായ ആ കുട്ടിയെ തനിക്കൊരിക്കലും ആത്മാർത്ഥമായി സ്നേഹിക്കുവാൻ കഴിയില്ല എന്നായിരുന്നു അവൻ്റെ ആദ്യകാലത്തെ വിശ്വാസം. വാസ്തവത്തിൽ മായ നിർബന്ധിച്ചിട്ടും വിവാഹം കഴിക്കാനുള്ള മടി തന്നെ അതായിരുന്നു. പക്ഷേ കടുക്ക കഷായം കുടിക്കും പോലെ അത് ചെയ്യേണ്ടി വന്നുവെന്നു മാത്രം. കുടിച്ചു നോക്കിയപ്പോഴാകട്ടെ കടുക്കയല്ല നെല്ലിക്കയാണ്. മുമ്പേ ചവർത്തു, പിന്നെ മധുരിച്ചു. ആമിനയ്ക്ക് ഇത് ഓർക്കാപ്പുറത്തുള്ള ഒരു ഭാഗ്യമായിരുന്നു. അവൾ കഷ്ടപ്പാടിൻ്റെ അഗാധതയിലേക്ക് മുങ്ങി മുങ്ങി പോവുകയാണ്. മരണം കാൽച്ചുവട്ടിൽ കിടന്ന് പുളയുന്നു. അപ്പോഴാണ് ഹസ്സൻ അവളെ പൊക്കിയെടുത്തത്. ആ സ്ത്രീ അവനെ കടന്നു ഒരൊറ്റപ്പിടുത്തം. ജീവൻ പോയാലും വിടില്ലെന്ന മട്ടിൽ. വാസ്തവത്തിൽ അതൊരേ സമയത്ത് ഒരു പിടിച്ചുപറ്റലും
ഒരു ആത്മാർപ്പണവുമായിരുന്നു. ആ രംഗം ഓർക്കുമ്പോഴൊക്കെ ഹസന് ഒരു കോരിത്തരിപ്പുണ്ടാകാറുണ്ട്. തൻ്റെ ഹൃദയത്തിൽ ഒരു ഇണയെ തേടിപ്പിടിച്ച് ജീവിതം പൂർണ്ണമാക്കാനുള്ള പ്രേരണ തള്ളി നിൽക്കുകയാണ്. എന്നിട്ടും മായാൻ പറഞ്ഞപ്പോഴൊന്നും അവൻ ആ വഴിക്ക് ചരിച്ചില്ല. പ്രസവിച്ച് 40 ദിവസം കഴിഞ്ഞു. ഇതിനിടയിൽ ഓരോ ദിവസവും ആമിന പറയും, ഇനി നമ്മൾ പൊയ്ക്കോളാം, പോണ്ട എന്ന് മാത്രം ഹസനും പറയും. ഈ ഓരോ വാക്കും തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അപ്പോൾ തന്നെ അവൻ ഭയപ്പെടുകയും ചെയ്തു. എങ്കിലും പിറ്റേന്നും അത് തന്നെയായിരുന്നു ഹസൻ പറഞ്ഞ മറുപടി. ഇങ്ങക്ക് ഞമ്മളെ കൊണ്ട് ഇടങ്ങേറായി, ആമിന പറഞ്ഞു. ഞമ്മക്ക് സന്തോഷ, ഹസൻ ഉടനെ മറുപടി കൊടുക്കും. ഈ വാക്ക് അവളുടെ കണ്ണുകളിൽ ഒരു സംഭ്രമം ഉളവാക്കുന്നുണ്ടെന്ന് ഹസനും കാണാതിരുന്നില്ല. എന്നാലും അതിലപ്പുറം ഒന്നും പറയാൻ കഴിയുന്നില്ല. ഒരു വാക്ക് കൂടുതൽ പറഞ്ഞാൽ പിന്നെ അത് തനിക്ക് തന്നെ പിൻവലിക്കാൻ വയ്യാത്ത വിധത്തിലായി തീരുമല്ലോ. കാക്ക, എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ആമിനയുടെ ഈ വിനയവും അപരാധബോധവും കുത്തിയിളക്കി. അത് നോക്കിക്കാണുന്നതിൽ ഹസൻ നിഗൂഢമായ ഒരു സംതൃപ്തി അനുഭവിച്ചു. ഓരോ ദിവസവും അവൻ തന്നോട് തന്നെ പറഞ്ഞു, നല്ലോളാന്നാ തോന്നണ്. ഹസൻ അവളെ നന്നായി തീറ്റിപ്പോറ്റി. തോട്ടപ്പണിയിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു കർണാടകക്കാരി തള്ളയെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്തി. വിഷാദാത്മകത്വത്തിൻ്റെ ഒരു മൂർത്തിമത് ഭാവമായിരുന്ന ആ തള്ള ആമിനയെ നന്നായി ശുശ്രൂഷിച്ചു. പല്ല് മുഴുവൻ മരക്കറ തേച്ച് കറുപ്പിച്ച ആ സ്ത്രീ ചിരിക്കുമ്പോഴും കരയുകയാണെന്നേ തോന്നൂ. അത്തരത്തിലുള്ള ഒരു ജീവിയുടെ സാഹചര്യം ആമിനയ്ക്ക് വളരെ ആവശ്യമായിരുന്നു. തന്നെ ചൊല്ലിയാണ് ആ വൃദ്ധ എപ്പോഴും കരയുന്നതെന്ന ഒരു തെറ്റിദ്ധാരണ പക്ഷേ അവൾക്ക് ആവശ്യമായിരിക്കാം. തനിക്ക് വേണ്ടി വേദനിക്കുവാൻ ചിലരുണ്ടാവുക എന്നതാണല്ലോ പരമമായ സുഖം. ആ കർണാടകക്കാരിയുടെ മുഖത്തു നിന്നും എപ്പോഴും ആമിന ആശ്വാസം തേടിപ്പോന്നു. ഹസന്റെ തീറ്റയും കർണാടകക്കാരിയുടെ മുഖഭാവവും കൂടി ആമിനയുടെ ആരോഗ്യം വീണ്ടെടുത്തു. ആ കവിളുകൾ ഉരുണ്ടു. അവിടെ ഒരു നേർത്ത തുടിപ്പ് ഉദിച്ചു വരികയാണ്. ആ നീണ്ട കണ്ണുകളിലേക്ക് പ്രകാശം തിരിച്ചു വന്നു. അവ മഷി തട്ടിയ ദീപങ്ങളെ പോലെ പ്രകാശിച്ചു. വെളുത്ത കൊലുന്നനെയുള്ള ആ ഉമ്മക്കുട്ടി മഞ്ഞു നനഞ്ഞ വള്ളിക്കുടിലിൽ വെയിൽനാളം തട്ടുന്നത് പോലെ ഒന്ന് തെളിഞ്ഞു. പുതിയ പൂക്കളും പുതിയ തളിരുകളും. ഈ മാറ്റങ്ങൾ ഹസൻ നോക്കി കാണുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവൻ അനങ്ങിയില്ല. അവൻ പുതിയ കാച്ചിയും തട്ടനും കുപ്പായവും കൊണ്ടുവന്നു. അത് പ്രസവിച്ചതിൻ്റെ 39-ാം ദിവസമായിരുന്നു. ഹസൻ വാതിൽക്കൽ നിന്നു. കട്ടിലിലേക്ക് ആ വസ്ത്രങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇന്നാ ഇത് ഉടുത്തോ. ആമിന അമ്പരന്നു പോയി. അവൾ ഹസനെ ആകെയൊന്നു നോക്കി. ഇയാൾ ആരാണ്? പടച്ചവനോ? ഒന്നും പറയാതെ ഹസൻ അവിടെ നിന്നു പോയി. ആമിനയാകട്ടെ ആ വസ്ത്രങ്ങൾ കയ്യിൽ വെച്ച് അങ്ങനെ അനങ്ങാതെയിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടാണ് അവൾ ആ ഇരിപ്പിൽ നിന്നും എഴുന്നേറ്റത്. അങ്ങനെ 40 കഴിഞ്ഞു. 45-ാം ദിവസം ആമിന ഇങ്ങോട്ട് കടന്നു പറഞ്ഞു, ഇനി നമ്മൾ ഇവിടെ നിന്നാല് ഹസൻ ചോദിച്ചു. ഇങ്ങളെ കഷ്ടത്തിലാക്കിയിരിക്കും. നന്നോടം കുഴിച്ചൂടല്ലോ. പക്ഷെങ്കിൽ ഇങ്ങൾ ഈ ചെയ്ത കൊണത്തിന് പടച്ചോൻ ഇങ്ങക്ക് തരും. പടച്ചോൻ ഞമ്മക്ക് തന്ന് എന്ത്? അന്നെ തന്നെ. ആ വാക്ക് ഹസന്റെ വായിൽ നിന്ന് വാസ്തവത്തിലങ്ങ് വഴുതി വീഴുകയാണ് ചെയ്തത്. ഹാ! ചെകുത്താനെയോ ദൈവത്തെയോ കണ്ട പോലെ അവൾ ഞെട്ടിപ്പോയി. ആ പ്രകാശമാനമായ കണ്ണുകൾ ഹസന്റെ മുഖത്ത് അടിച്ചു തെറിച്ച പോലെ നിശ്ചലങ്ങളായി നിന്നു. ഇജ്ജമ്പരക്കണ്ട ആമിനെ, അനക്ക് വിരോധം ഇല്ലാച്ചാല് അനക്ക് എന്നും ഈ കുടിയിൽ കൂടാ. ഞമ്മക്ക് ഒരാള് വേണം. അനക്ക് സമ്മതാച്ചാൽ. നിന്റെ റബ്ബേ, ആമിനെ കിതച്ചുകൊണ്ട് തുടർന്നു. പക്കെങ്കിലും ഞാന് ഈ കുട്ടിയല്ലേ, സാരമില്ല, ഓൻ എൻ്റെ മോനാന്ന് കണക്കാക്കിക്കോ, ഹസൻ പുഞ്ചിരിയോടെ പറഞ്ഞു. പക്കെങ്കിൽ ഞമ്മളെ പൊടിച്ചില്ലാച്ചാല് വേണ്ട. ഹോജരാജാവായ തമ്പുരാനെ. അവൾ ഹസന്റെ കാൽക്കലിരുന്നു, അല്ല വീണു. കാലിണകളെ കെട്ടിപ്പിടിച്ചു. തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അങ്ങനെയൊന്നും ഹസൻ പ്രതീക്ഷിച്ചിരുന്നില്ല.
അവൻ്റെ ദേഹമാകെ കോരിത്തരിച്ചുപോയി. തൻ്റെ കാൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഒരു യുവതി കരയുന്നു. ഹൃദയത്തിൽ നിന്ന് എന്തോ ചില കെട്ടുകൾ അഴിഞ്ഞു പോകുന്നതുപോലെ തോന്നി. വെളിച്ചത്തിൻ്റെ ഒരു തള്ളിക്കയറ്റം, അമ്പരപ്പിക്കുന്ന തള്ളിക്കയറ്റം. ഒരു നിമിഷത്തിൽ ഒന്നും മനസ്സിലായില്ല. കാലിൽ മൃദുവായ 2 കൈകൾ ചുറ്റിക്കിടക്കുന്നുണ്ടെന്ന് മാത്രം അറിയാം. അവൾ തേങ്ങി തേങ്ങി കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നിങ്ങളൊരു മനുഷ്യനോ, മാലിക്കോ? പിന്നെയും അവൾ എന്തൊക്കെയോ പിറുപിറുന്നനെ പറയുന്നുണ്ടായിരുന്നു. ഒന്നും മനസ്സിലാകുന്നില്ല. ആകെ ഒരു തരിപ്പ്. എന്തിനാണ് ഇവളിങ്ങനെ കാല് കെട്ടിപ്പിടിച്ചിരിക്കുന്നത്? എന്തിനാണ് ഇവളിങ്ങനെ തേങ്ങിക്കരയുന്നത്? അവളിപ്പോൾ സുഖമോ ദുഃഖമോ അനുഭവിക്കുന്നത്? താൻ എന്താണ് അനുഭവിക്കുന്നത്? ഇത്രയ്ക്കൊക്കെ എന്തേ ഉണ്ടായത്? നിങ്ങളാ ഇക്ക് ഉയിര് തന്നത്. അവളുടെ ആ വാക്കും ഹസന്റെ ചെവിയിൽ വീണു. അവൻ കീഴ്പോട്ട് നോക്കി. ആ നീല നേത്രങ്ങളിൽ നിന്ന് പുറപ്പെട്ട 2 കണ്ണീർ ചാലുകൾ കവിളിലൂടെ കീഴ്പോട്ട് ഒഴുകുകയാണ്. എന്താണ് പറയേണ്ടെന്ന് ആ യുവാവിന് അറിഞ്ഞുകൂടായിരുന്നു. അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ബാ, ഇങ്ങളെ ഞാന് ലജ്ജിക്കും. ഹസൻ കൂട്ടിച്ചേർത്തു, ഇക്ക് ഒന്നുമില്ല, ഉയിരേ ഉള്ളൂ. അത് ഞാൻ ഇങ്ങക്ക് തന്നു. മുറിഞ്ഞു വീഴുന്ന കണ്ണീരിനിടയിലൂടെ അവൾ ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ ദൈവം അതിലേക്ക് കടന്നുപോയെന്ന് തോന്നുന്നു. ഒരഭൗമമായ പ്രകാശം ഹസന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറി. അവൻ ആ പ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. അവൾ അവന്റെ മുഖത്തേക്ക്. കഠിനമായ ഹൃദയമിടിപ്പുകളിലൂടെ നിമിഷങ്ങൾ കടന്നുപോയി. 2 ആത്മാക്കൾ കണ്ടെത്തുകയാണ്, ആടിക്കുലുങ്ങി ഒന്നാവുകയാണ്. കുഞ്ഞിന്റെ കരച്ചിൽ ആമിനയുടെ മുഖം തിരിച്ചു. അവൾ അതിൻ്റെ അടുത്തേക്ക് നീങ്ങി. ഹസനും പിന്നാലെ ചെന്നു. ആ കൊച്ചു മുഖത്ത് അവൻ തൻ്റെ ജീവിതം തന്നെ നിഴലിച്ചതായി കണ്ടു. ആ രംഗത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ ഹസൻ ഇന്നും ഒരു കോരിത്തെരിപ്പ്. അവിടെ ഒരു കുടുംബം ഇതൾ വിടർത്തുകയായിരുന്നു. അത് വിടർന്നു, പതുക്കെ പതുക്കെ. ആ കുഞ്ഞിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായി അവർ 2 പേരും ഇരുന്നു വർത്തമാനം പറയാൻ തുടങ്ങി. സാധാരണങ്ങളും ലൗകികങ്ങളുമായ കാര്യങ്ങൾ. ഈ സംഭവത്തിന് ശേഷം അവൾ ആ വീട്ടിലെ എല്ലാ കാര്യവും അന്വേഷിക്കാൻ തുടങ്ങി. വെക്കാനും വിളമ്പാനും അടിക്കാനും തളിക്കാനും എല്ലാം ബഹുമിടുക്ക്. പോന്നോളാ, ഹസൻ ഉള്ളിൽ വിചാരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഹസൻ ഏതാണ് ആമിനി ഏതാണ് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു നില വന്നു. അവളെപ്പറ്റി ഓർക്കുമ്പോൾ എല്ലാം ഹസൻ പറയാറുണ്ട്, ഞാൻ നസീബുള്ളോനാ. ആമിനിയാകട്ടെ നിസ്കരിക്കുന്ന ഒരു മനോഭാവത്തോടുകൂടി ഹസന് വേണ്ടി എല്ലാം ചെയ്തു. അവളെ സംബന്ധിച്ചിടത്തോളം അത് ആത്മാവിൻ്റെ തിരിച്ചുവരവായിരുന്നു. ഹൃദയം തണുത്തപ്പോൾ ദേഹത്തിൽ വസന്തം കയറിപ്പറ്റി. സ്നേഹത്തിൻ്റെ ഒരു കൈ തലോടാൻ വന്നപ്പോൾ ആ മനുഷ്യാത്മാവ് കൊടുത്തു. എന്തിനാണ്ടാ മോനെ കരയുന്ന എന്ന ഹസന്റെ കുട്ടിയോടുള്ള ഓരോ ചോദ്യവും ആമിനയെ സ്വർഗത്തിലേക്ക് എടുത്തുയർത്തുകയായിരുന്നു. ആ കുട്ടിയോട് അത്തരത്തിലൊരു പുരുഷൻ എന്നെങ്കിലും സംസാരിക്കുമെന്ന് അവൾ ഓർത്തതല്ല. എന്നിട്ടും അത് സംഭവിച്ചു. അപ്പോഴേക്ക് ആ അമ്മ കണ്ണടച്ച് പ്രാർത്ഥിച്ചു, മാലിക്കുൽ ജബ്ബാറായ തമ്പുരാനെ. ഇപ്പോഴും കുഞ്ഞ് ഞരങ്ങുന്നത് കേട്ടിട്ടാണ് ഹസൻ ആട്ടിൻകൂട്ടിനടുത്തേക്ക് ചെന്നത്. അവൻ ആമിനയെ ശാസിച്ചു. ഓൻ നിലവിളിക്കുന്ന ഇജ്ജ് കേട്ടോ? നിലവിളിച്ചോട്ടെ, ആൺകുട്ടികളാവുമ്പോൾ നിലവിളിച്ചു വളരണം, എന്നാലേ ഉസുറുണ്ടാവും. ആമിന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉജ്ജോനെ ഉസുറ് പിടിപ്പിക്കണ്ട, ചെന്ന് മുല കൊടുക്ക്. ആട്ടിന് വെള്ളം ഞാൻ ഇളക്കി കൊടുക്കാം. ഹസൻ അവളെ പറഞ്ഞയച്ചു. ആമിനെ അകത്ത് ചെന്ന് നോക്കിയപ്പോഴത്തെ സ്ഥിതി എന്താണ്? കുഞ്ഞുണ്ട് മായാന്റെ മടിയിൽ കിടന്ന് ചിരിക്കുന്നു. അവൾ ഓടിപ്പോയി ഭർത്താവിനെ വിവരം അറിയിച്ചു. കണ്ടോ, മോൻ മൂപ്പരുടെ മടിയിലാ. മായാങ്കാക്കാന്റെയോ? തന്നെ. മൂപ്പരുടെ കണ്ണ് നിറഞ്ഞിടിക്കണ്. ഞാൻ ചെന്നത് അറിഞ്ഞിട്ടില്ല, എന്തോ ആലോചനയില്ല. ഹസൻ ഒരു നിമിഷം ചിന്തിച്ചു. എന്നിട്ട് അങ്ങോട്ട് കടന്നു ചെന്നു. ഹസന്റെ കാൽപ്പെരുമാറ്റം കേട്ടപ്പോൾ മായാൻ തലപൊക്കി നോക്കി. കുട്ടിയെ അങ്ങോട്ട് കൊടുത്തു. കണ്ണു തുടച്ചു പടാപ്പുറത്ത് ചെന്ന് കമിഴ്ന്നു കിടന്നു. അപ്പോഴും ഹസൻ ഒന്നും പറഞ്ഞില്ല. എന്തു പറയാൻ? ആ ദിവസം മുഴുവൻ ഹസൻ ചിന്താധീനനായിരുന്നു. എന്തേ ആലോചന? ആമിന ചോദിച്ചു.
ഒന്നുമില്ല. പിന്നെ തിരക്കി ചോദിക്കുന്നത് അവളുടെ സമ്പ്രദായമല്ല. പിറ്റേന്ന് മായാൻ ഹസനെ വിളിച്ചു പറഞ്ഞു, ഈ വീടും പറമ്പും എൻ്റെ ആമിനയുടെയും പാടെ പേരിലാക്കണം. ഹസൻ ഒന്നും മിണ്ടിയില്ല. നാളേക്ക് ആധാരം എഴുതണം. എന്താപ്പോ തിരക്ക് കാക്ക, ഇജ് പറയുന്ന കേക്ക്. പിന്നെ ഹസൻ ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് തന്നെ ആധാരം ശരിപ്പെടുത്തി. എല്ലാവരും കൂടെ സബ് രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി. മായാൻ വളരെ ക്ഷീണിതനായി. പതുക്കെ പതുക്കെയാണ് അടിവെക്കുന്നതെന്ന് ഹസൻ മനസ്സിലാക്കി. എന്നല്ല, ആ മീശ വളരെയധികം നരയ്ക്കുകയും ചെയ്തിരിക്കുന്നു. ആധാരം ഒപ്പിട്ടുകൊടുത്തു. തിരിച്ചു വരുമ്പോൾ മായാൻ തിരിഞ്ഞു നിന്നു പറഞ്ഞു, ഇവളെയും ഈ കുട്ടീനെയും ഇജ്ജ് വിടരുത്. വിട്ടോ ഇജ്ജ് ഗതികെട്ട് എന്ന് നനച്ചോ. എന്തേ മിണ്ടില്ല? ഓളെ ഞാൻ വിടൂല. ഓനിയും മതി. തിരിച്ചു വന്ന് പടാപ്പുറത്ത് കയറിയിരുന്നപ്പോൾ ഒരു ഇളം കാറ്റടിക്കുന്നതായി മായാന് തോന്നി. ഇന്ന് എന്തോ ഒരു സുഖം തോന്നുന്നു, അവൻ ഹസനോട് പറഞ്ഞു. മായാൻ കൂടെ കൂടെ ചിരിച്ചു. ആ കുട്ടിയുടെ കവിൾ പിടിച്ചു നുള്ളി. ആമിനയോട് ഓരോ കളിവാക്ക് പറഞ്ഞു. ആമിന ഭർത്താവിന്റെ ചെവിയിൽ മന്ത്രിച്ചു, മൂപ്പരിന്ന് സന്തോഷത്തിലാ. ഊണ് കഴിഞ്ഞ് അവനൊന്നുറങ്ങി. എഴുന്നേറ്റപ്പോൾ പോക്കുവയിൽ അവസാനത്തെ കാലടി ചായപ്പൊന്തകളിൽ നിന്ന് വലിച്ചെടുക്കുകയായിരുന്നു. മായാൻ തൻ്റെ നീളമുള്ള വേഷ്ടിയെടുത്ത് തലയിൽ കെട്ടി കയ്യിലൊരു വടിയുമായി പുറത്തേക്ക് കടന്നു. ഒരു നിമിഷം ബാധിക്കൽ നിന്നു. എന്നിട്ട് തിരിഞ്ഞ് ഹസനോട് പറഞ്ഞു, ഞമ്മളൊന്ന് ഇറങ്ങി വരട്ടെ. കാക്ക എവിടെക്കാ? കാട്ടിലേക്ക്. നേരം മോന്തിയാവുമ്പോ? ഇക്കും അനക്കും കാട് വീടല്ലേടാ ഹസനെ. എന്നിട്ടൊന്ന് പൊട്ടിച്ചിരിച്ചു. ഇറങ്ങി നടന്നു. മായാൻ കണ്ണിൽ നിന്ന് മറഞ്ഞപ്പോൾ ഹസൻ ആമിനയോട് പറഞ്ഞു, മൂപ്പര് എന്തിരുത്തോ ഉറച്ചിട്ടുണ്ട്. എന്ത്? പടച്ചോനറിയാം. മായാനാകട്ടെ കാട്ടിലേക്കുള്ള ഒറ്റയടിപ്പാതയിലൂടെ ഉത്സാഹപൂർവ്വം നടന്നു. കയ്യിൽ കിട്ടിയ കല്ലുകൾ പെറുക്കി അവൻ വൻമരങ്ങൾക്ക് നേരെ എറിഞ്ഞു. ഏറെ കുറുക്കി കൊള്ളുമ്പോൾ ആ ചുണ്ടിൽ നിന്ന് ഒരു പാട്ട് ഊർന്നു വീഴുന്നുണ്ടായിരുന്നു. കഹനിലുദിത്ത കമർ പോൽ മുഖം കത്തിലങ്കി മറന്താനേ. ഉച്ചവെയിലിൽ അരുവിയിലേക്ക് പായുന്ന കാട്ടിപ്പോത്തിന്റെ വേഗത്തോടായിരുന്നു ആ നടത്തം. അവൻ തിരിഞ്ഞു നോക്കിയില്ല. മൂക്കിന് നേരെ മുന്നോട്ട്. ഇരുട്ട് വലയം ചെയ്യുകയായിരുന്നു. അപ്പോഴും മായാൻ നടന്നു. പാട്ടും പാടി, കല്ലെറിഞ്ഞു. പതുക്കെ നിലാവുദിച്ചു. അപ്പോഴും നടത്തം തന്നെ. വള്ളിക്കുടിലുകളെ വകഞ്ഞുമാറ്റിയും മരത്തടികളെ ചാടിക്കടന്നും ചൊറുചൊറുക്കോടുകൂടിയുള്ള പോക്ക്. കാലുകൾ തളരാൻ തുടങ്ങി. അപ്പോൾ അവൻ ഒരു വൻമരത്തിന്മേൽ ചാരിയിരുന്ന് ചന്ദ്രനെ നോക്കി പാടി, കഹനിലുദിത്ത കമർ പോൽ മുഖം കത്തിലങ്കി മറന്താനേ. ഘനഗംഭീരമായ ആ പാട്ട് നിലാവുമായി കൂടിക്കലർന്ന് ആ വൻകാട്ടിന്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നാഴ്ന്നു പോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വലിയൊരു ജീവിതം എങ്ങനെ തീരുമെന്നറിയാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നമ്മളെ കൊണ്ട് എത്തിച്ചു നിർത്തുകയാണ് ഈ അധ്യായം. അടുത്ത ലക്കത്തിലേക്ക് നമുക്ക് കാത്തിരിക്കാം. നന്ദി.